യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ ചരിത്രം മനുഷ്യർ കാലാകാലങ്ങളായി പല വിധത്തിൽ വിഭജിക്കാറുണ്ട്. യേശുവിന് മുമ്പുള്ള കാലം, യേശുവിന് പിമ്പുള്ള കാലം, രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പും പിമ്പുമുള്ള കാലം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലം, അതിനുശേഷമുള്ള കാലം, സഭാവൃന്ദങ്ങളിലാണെങ്കിൽ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിന് മുമ്പുള്ള കാലം, അതിനുശേഷമുള്ള കാലം എന്നിങ്ങനെ പലതും. മനുഷ്യൻ്റെ ഒരുപാട് കണക്കുകൂട്ടലുകൾ തെറ്റിയ ഒരു കാലമാണ് നമ്മുടെ കാലം. ഈ നാളുകളെക്കുറിച്ച് എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു നമുക്ക്. പ്രവാസികളായ മനുഷ്യർ കരുതി സ്വദേശത്ത് വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാമെന്ന്. സ്വദേശികളായ മനുഷ്യർ കരുതി ഞങ്ങൾക്ക് വിദേശങ്ങളിൽ പോയി ഞങ്ങളുടെ പഠനമോ വരുമാന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന്. വചന ശുശ്രൂഷകർ കരുതി ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പോയി ഈ നാളുകളിൽ, പ്രത്യേകിച്ചും ഈ പീഡാനുഭവത്തിൻ്റെ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കണമെന്ന്. ഒരുപിടി കണക്കുകൂട്ടലുകൾ തെറ്റിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയതല്ല, ചരിത്രത്തിൻ്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്ന ദൈവം തെറ്റിച്ചതാണ്. ചരിത്രത്തിൻ്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്ന ദൈവം നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദൈവത്തിന് എന്തോ അതുമായി ബന്ധപ്പെട്ട് ഉന്നതമായ പദ്ധതിയുണ്ട്. ഈ പീഡാനുഭവ കാലഘട്ടത്തിലാണ് എന്നുള്ളതുകൊണ്ട് ലൗകികമായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ കണക്കുകൂട്ടലുകൾ നടത്തിയത്, മറിച്ച് ആത്മീയമായ മേഖലയുമായി ബന്ധപ്പെട്ടും ഏറെ കണക്കുകൂട്ടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചിലർ തീരുമാനിച്ചു, ഈ നോമ്പുകാലം മുഴുവൻ ഞാൻ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. ചിലരിങ്ങനെ തീരുമാനിച്ചു, ഞങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് അനുരഞ്ജനത്തിൻ്റെ കുദാശ, കുമ്പസാരം ഞങ്ങൾ സ്വീകരിക്കും. ചിലർ പറഞ്ഞു, കുറേ നാളുകളായിട്ട് ആലോചിക്കുന്നു ഒരു ധ്യാനത്തിന് പോകണമെന്ന്. തീർച്ചയായും ഈ നാളുകളിൽ ഞാനൊരു ധ്യാനത്തിന് പോകും. പക്ഷേ ഈ കണക്കുകൂട്ടലുകളും നമുക്ക് തെറ്റിപ്പോയി. കുർബാനയ്ക്ക് സാധ്യതയില്ലാതെയായി, കുമ്പസാരത്തിന് സാധ്യതയില്ലാതായി, കൂട്ടായ്മയ്ക്ക് സാധ്യതയില്ലാതായി. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ആത്മീയമായ ഒരു ഉൾക്കാഴ്ച നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 തരത്തിലുള്ള വിശപ്പ് നമ്മുടെ ഈ കാലയളവിലുണ്ട്. വിശപ്പ് ശരീരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ആത്മാവിൻ്റേതും കൂടിയാണ്, നിങ്ങൾക്കറിയാമല്ല. 3 തരത്തിലുള്ള വിശപ്പ് നമ്മൾ ഈ നാളുകളിൽ അനുഭവിക്കുന്നുണ്ട്. 1, കുർബാനയ്ക്കുള്ള വിശപ്പ്, കുമ്പസാരത്തിനുള്ള വിശപ്പ്. 3, കൂട്ടായ്മയ്ക്കുള്ള വിശപ്പ്. ഇത് വിശ്വാസികളായ ദൈവജനം മാത്രമല്ല, പുരോഹിതരും ആശ്രമങ്ങളിൽ കഴിയുന്നവരും എല്ലാവരും ഈ വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ദൈവജനം ഒരുമിച്ചല്ലാതെ വളരെ സ്വകാര്യമായി ബലിയർപ്പിക്കുന്നൊരു വൈദികൻ അവൻ്റെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ജീവിതം വളരെ വിരസമായി പോകും എന്ന് നമുക്കറിയാമല്ലോ. ഒരുപാട് സമയം പാപമോചനത്തിൻ്റെ കുദാശ കൈകാര്യം ചെയ്യുന്നൊരു പുരോഹിതന് വല്ലാതെ വിരസത അനുഭവപ്പെട്ടേക്കാം. കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നവർക്കും ഒരാലസ്യവും ഒരു വിഷമവും ഒക്കെ അനുഭവിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവം ഈ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് എന്തോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഒന്നാമത്തെ വിശപ്പെടുക്കാം. ദിവ്യകാരുണ്യത്തിനുള്ള വിശപ്പാണത്, വിശുദ്ധ കുർബാനയ്ക്കുള്ള വിശപ്പ്. സത്യത്തിൽ ഇത് ദൈവം അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് ചില കാരണങ്ങളുമുണ്ട്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും അവരുടെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലുടനീളം അവർക്ക് ബലവും കരുത്തുമായിട്ട് നിലകൊണ്ടത് വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പുരോഹിതർ വഹിച്ച് അതിൻ്റെ പുറകെയാണ് ദൈവജനം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ജോർദാൻ നദിക്കര പിന്നിടുന്ന സമയത്തും ജെറീക്കോ കോട്ട തകർത്ത് മുന്നോട്ട് പോകുന്ന സമയത്തും വാഗ്ദാന ദേശത്തേക്ക് അവർ പ്രവേശിച്ച സമയത്തുമെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഈ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മുമ്പിലാണ്
അവരുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോയത്. പക്ഷേ ഒരിക്കൽ അവർക്ക് ഈ വാഗ്ദാന പേടകം നഷ്ടമായി. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം ഉൾക്കൊള്ളുന്ന വാഗ്ദാന പേടകം നഷ്ടമായി എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടമായി. 1 സാമുവേലിൻ്റെ പുസ്തകത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. പുരോഹിതനായ ഏലി അവൻ ദൈവശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ അവൻ്റെ പുരോഹിത ശ്രേണിയിൽപ്പെട്ട അവൻ്റെ 2 മക്കളും ഹോഫ്നിയും ഫിനഹാസും അവർ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ തന്നെ കിടന്ന് പാപം ചെയ്തു. ഒട്ടേറെ അവിശ്വസ്തയോടുകൂടി ദൈവത്തോട് പെരുമാറി. ദൈവജനവും ഒട്ടേറെ അവിശ്വസ്തയോടെ പെരുമാറി. ഒടുക്കം എന്തു പറ്റി? അവർക്ക് വാഗ്ദാന പേടകം നഷ്ടമായി. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നഷ്ടമായി. അവരാകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യപ്പെടുന്നത്. സാമുവേൽ പ്രവാചകൻ ആദ്യമേ ചെയ്ത കാര്യം 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ചെയ്തത് എങ്ങനെയാണ്? സാമുവേൽ പ്രവാചകൻ അവിടെയുള്ള ആളുകളെ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസ്തമായിട്ട് പെരുമാറി. ദൈവം നമ്മെ ഉന്നതമായ ഈ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒട്ടേറെ അവിശ്വസ്തമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പെരുമാറി. നിങ്ങൾ പലരും സാക്ഷ്യം വഹിച്ചതല്ലേ മരുഭൂമിയിൽ ദൈവം മരുപ്പച്ച വിരിക്കുന്നത്? നിങ്ങൾ കണ്ടതല്ലേ മന്ന വർഷിക്കുന്നതും കാടപ്പക്ഷിയെ നൽകുന്നതും? കടൽ 2ആയിട്ട് പകുത്ത് ദൈവജനത്തെ നയിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? പക്ഷേ ദൈവസാന്നിധ്യം, അതിൻ്റെ അടയാളമായ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പോലും നിങ്ങൾ പാപം ചെയ്തു. നമുക്കത് കൈമോശം വന്നു, നമ്മൾ അവിശ്വസ്തരായി. അതുകൊണ്ട് ഇത് തിരിച്ചു കിട്ടാനുള്ള ഏക വഴി വിശ്വസ്തരായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവീകർ വഴി ചെയ്തു പോയിട്ടുള്ള, നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും വഴി ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മിസ്പായിൽ ഒരുമിച്ചുകൂടി ദൈവനാമം വിളിച്ച് അനുദപിക്കണം. അവരനുദപിച്ചു. സംഭവിച്ചതെന്താണ് എന്ന് തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രു സൈന്യം തന്നെ വാഗ്ദാന പേടകം ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വാഗ്ദാന പേടകം നമ്മുടെ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഈ നാളുകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാത്ത നമ്മുടെ വിശപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഈ കാലയളവിലാണ് ദിവ്യകാരുണ്യത്തോട് വളരെ മോശപ്പെട്ട വിധത്തിൽ മനുഷ്യർ അവിശ്വസ്തമായ വിധത്തിൽ പെരുമാറാൻ തുടങ്ങിയത്. യാതൊരു യോഗ്യതയുമില്ലാതെ, ഒരു അനുതാപ ചിന്തയുമില്ലാതെ വെറും ഒരു കടമ നിറവേറ്റുന്നു എന്ന വിധം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യരുടെ എണ്ണം ഒട്ടേറെ പെരുകി. ദിവ്യകാരുണ്യത്തോട് യാതൊരു വിശ്വാസവുമില്ലാത്തവരുടെ, കത്തോലിക്കരുടെ, ക്രിസ്ത്യാനികളുടെ തന്നെ എണ്ണം ധാരാളമായിട്ട് പെരുകി. ഈ അടുത്ത നാളുകളിൽ അമേരിക്കയിൽ പ്യൂ റിസർച്ച് എന്ന് പറയുന്ന ഒരു റിസർച്ച് വിങ് അവിടെയുള്ള അപ്പസ്തോലിക സഭയിൽപ്പെട്ട അംഗങ്ങളെ, പ്രത്യേകിച്ചും കത്തോലിക്കരെ ഇൻ്റർവ്യൂ നടത്തി. ദേവാലയത്തിൽ പോകുന്ന ആളുകളോടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. 3000-നും 5000-നും ഇടയിൽ ആളുകളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: അർപ്പിക്കപ്പെടുന്ന, ആശീർവദിക്കപ്പെടുന്ന ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിച്ചതിൽ അതിൻ്റെ റിസർച്ചിൻ്റെ മറുപടിയായിട്ട് വന്നത് ഇങ്ങനെയാണ്: അവിടെയുള്ള 69% ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ദേവാലയത്തിൽ പോകുന്നവർ, ദൈവശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവർ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, 69% ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇത് വെറും ഒരു സിമ്പലായി മാത്രമാണ് സ്വീകരിക്കുന്നത്, ഒരടയാളം മാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥമായി ഇത് യേശുവിൻ്റെ ശരീരമാണെന്നോ യേശുവിൻ്റെ രക്തമാണെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അമേരിക്കൻ ബിഷപ്സിൻ്റെ കണ്ണ് തുറക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അതിനുശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇടവകകൾ തോറും, കൂട്ടായ്മകൾ തോറും ദിവ്യകാരുണ്യത്തോട് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള, വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ക്ലാസ്സുകളും കോഴ്സുകളും ധ്യാനങ്ങളും അവിടെ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തെ അപഹാസ്യപ്പെടുത്തുന്ന വിധത്തിൽ ചെയ്തികൾ നടത്തുന്നത് സാത്താനികരായ മനുഷ്യർ മാത്രമല്ല, സേറ്റൻ വർഷിപ്പുകാർ മാത്രമല്ല, മറിച്ച് അപ്പസ്തോലിക സഭയിൽപ്പെട്ട
നമ്മൾ തന്നെയാണ്. അതിൽ പുരോഹിതരുണ്ട്, സഭാ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്, വിശ്വാസികളായ മനുഷ്യരുണ്ട്. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വിശപ്പ്, കുർബാനയുടെ വിശപ്പ് ഈ പീഡാനുഭവ കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ചും ഈ ഹോളി വീക്കിലേക്ക് പ്രവേശിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവമേ, ഞാൻ അവിശ്വസ്തയോടുകൂടി പെരുമാറിപ്പോയി, ഞാൻ ബോധ്യമില്ലാത്ത വിധത്തിൽ പെരുമാറിപ്പോയി, ഞാൻ ഇതിൻ്റെ വില കൽപ്പിച്ചില്ല, യാതൊരു മൂല്യവും കൽപ്പിക്കാതെ, ഒരു ഒരുക്കവുമില്ലാതെ ഞാനിത് സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് എനിക്കത് സ്വീകരിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ സ്വീകരിക്കാൻ എനിക്ക് അവസരമില്ല. പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, തീർച്ചയായും ഈ പെസഹ വ്യാഴത്തിൽ നമ്മൾ വല്ലാതെ വിഷമിക്കും. ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ച, പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണെന്ന്. അന്ന് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആണ്ടുവട്ടത്തിൽ മറ്റേതൊരു കുർബാന സ്വീകരണവുമായി നമുക്ക് ആ ദിവസത്തെ തുലനം ചെയ്യുക പോലും എളുപ്പമല്ലല്ലോ. കാരണം അന്ന് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ച ദിവസമാണ്, പൗരോഹിത്യം സ്ഥാപിച്ച ദിവസമാണ്. നമുക്ക് വല്ലാതെ വിഷമം തോന്നും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയിൽ പോകാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ടി വിയിലൂടെ ഒരു കുടുംബം കുർബാന കാണുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ കോൺസെക്രേഷൻ്റെ വേർഡ്സിൻ്റെ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ സമയത്തും ഒക്കെ വിശ്വാസികൾ മുട്ടുകുത്തി നിന്നാണ് അത് കാണുന്നത്. ഇത് കണ്ടിട്ട് ആ കുർബാന ഉയർത്തുന്ന സമയത്ത് വൈദികൻ പറഞ്ഞു, മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ. നമുക്കറിയാം, അത് പറഞ്ഞതിന് ശേഷം പിന്നീട് കുർബാന സ്വീകരണമാണ്. ശാലോം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിലെ കുർബാന സ്വീകരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആ കുഞ്ഞ് ഓടി ടി വിയുടെ അടുത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. വിശുദ്ധ കുർബാനയ്ക്കുള്ള ദിവ്യകാരുണ്യത്തിലുള്ളൊരു വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പീഡാനുഭവ കാലഘട്ടത്തിൽ, വിശുദ്ധ വാരത്തിൽ നമുക്ക് ദിവ്യകാരുണ്യത്തിനോടുള്ള വിശപ്പ് കാഴ്ചയായി ഈശോയുടെ മുമ്പിൽ കൊടുക്കാൻ പറ്റണം. എന്താണ് ഈ കാഴ്ചയായിട്ട് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, അവിശ്വസ്തയോടുകൂടി ഞാനത് സ്വീകരിച്ചു പോയി, യോഗ്യതയില്ലാതെ സ്വീകരിച്ചു പോയി, സ്വീകരിക്കാൻ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നെല്ലാം ഞാൻ മാറി നടന്നു. ഈശോയെ, ഈ വിശപ്പ് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു കാഴ്ചയായിട്ട് അർപ്പിക്കുന്നുവെന്ന് ഈശോയോട് നമുക്ക് പറയാൻ പറ്റണം. രണ്ടാമതായി, കുമ്പസാരത്തിനുള്ളൊരു വിശപ്പ് നമ്മുടെ പലരുടെയും ഉള്ളിലുണ്ടാകും. കുമ്പസാരത്തിനുള്ള ഒരു ദാഹവും വിശപ്പും. ആണ്ടുവട്ടത്തിൽ മാത്രം കുമ്പസാരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. നമുക്ക് ആ ചാൻസ് ഈ വർഷം ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കും. അല്ലെങ്കിൽ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. സഹോദരങ്ങളെ, വല്ലാത്ത വിശപ്പ് നിങ്ങൾക്ക് ദുഃഖവെള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ചും അന്നത്തെ ഗാനങ്ങളും കുരിശിൻ്റെ വഴിയുമൊക്കെ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ടി വിയിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഒക്കെ നിങ്ങൾ കാണുന്ന നേരത്ത് ഈ അനുരഞ്ജനത്തിൻ്റെ കുദാശയുടെ വല്ലാത്തൊരു വിശപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. നമ്മളെപ്പോഴും ഓർക്കണം, ഈശോ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെല്ലാവർക്കും സമാധാനമോ എല്ലാ കാലത്തുമുള്ള സന്തോഷമോ പ്രദാനം ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല. യേശു ആത്യന്തികമായി ഭൂമിയിലേക്ക് വന്നത് പാപത്തിൽ നിന്ന് മാനവകുലത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, നീ കുഞ്ഞിനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അവൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കും, അവൻ പാപങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കും. അപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മഹാമാരിയല്ല, ഒരു സാംക്രമിക രോഗമല്ല. രോഗമായിരുന്നുവെങ്കിൽ ഒരു നല്ല ഡോക്ടറെ പിതാവായ ദൈവം അയക്കുമായിരുന്നു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലാവസ്ഥ വ്യതിയാനമല്ല എങ്കിൽ നല്ല ഒരു കാലാവസ്ഥ പ്രവാചകനെ ദൈവം അയക്കുമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതാവിനെ അയക്കുമായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി പാപമാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് മാനവകുലത്തെ വിടുവിക്കാൻ സ്വർഗത്തിലെ ദൈവം യേശുവിനെ രക്ഷകന ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ്റെ തുടർച്ചയായ സഭയിലൂടെ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കാനുള്ള അവസരവും ദൈവം നമുക്ക് തന്നു. പക്ഷേ
എത്രയോ നാളുകളാണ് നമ്മളിത് മാറ്റിവെച്ചത്. ലോകത്തിലെ മുഴുവൻ, പ്രത്യേകിച്ചും നമുക്കിടയിൽ, വിശുദ്ധ കുർബാനയെ എന്നതുപോലെ തന്നെ കുമ്പസാരത്തിൻ്റെ കുദാശയെയും ഒരുപാട് അപഹാസ്യമായി ചിത്രീകരിച്ചു. മിമിക്രി താരങ്ങളുടെ നിരന്തരം ചർച്ചാവിഷയമായിട്ട് അത് മാറി. മാധ്യമങ്ങളിൽ ഇത് നിരന്തരം അപഹാസ്യപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഇടയിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലുമൊക്കെ ഇതിനോടുള്ള വിശ്വാസം കുറയാനായിട്ട് തുടങ്ങി. പാപബോധം എന്ന് പറയുന്ന ചിന്ത മനുഷ്യൻ നഷ്ടമാകാനായിട്ട് തുടങ്ങി. അങ്ങനെ പാപത്തെക്കുറിച്ച് പറയുന്നവരെ വിധിച്ച് തള്ളിമാറ്റാനായിട്ട് തുടങ്ങി. ഇന്ന് നിങ്ങൾക്ക് വല്ലാത്തൊരു വിശപ്പുണ്ട്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വല്ലാത്ത വിശപ്പില്ലേ നിങ്ങളുടെ ഉള്ളിൽ? ഒന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഈ കുറ്റബോധവും ഈ മനസ്സിലെ കഠിനമായ പാപബോധവും ഒക്കെ ഒന്ന് മാറ്റി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് നിങ്ങളുടെ വിശപ്പ്, കുമ്പസാരത്തിനുള്ള വിശപ്പ് ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവമേ, ഈ പാപമോചനത്തിൻ്റെ കുദാശയെ ഒരിക്കൽ കൂടി വിശുദ്ധമായി സ്നേഹത്തോടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, ആദരവോടെ നോക്കിക്കാണാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുമാണ്. മൂന്നാമതായി നമുക്ക് മറ്റൊരു വിശപ്പുണ്ട്. മൂന്നാമത്തെ വിശപ്പ് കൂട്ടായ്മയ്ക്കുള്ള വിശപ്പാണ്. ഒരു പക്ഷേ നമുക്ക് ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഒട്ടേറെ അവസരങ്ങളുണ്ടായിരുന്നു. അവസരങ്ങളുണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മൾ തള്ളിമാറ്റി. തൊട്ടടുത്താണ് ദേവാലയം, പക്ഷേ നമ്മൾ വേണ്ടെന്ന് വെച്ചു. തൊട്ടടുത്താണ് പ്രാർത്ഥനാ ഗ്രൂപ്പിനുള്ള അവസരം, നമ്മൾ വേണ്ട എന്ന് വെച്ചു. റിട്രീറ്റിന് പോകാൻ നല്ല അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷെ വേണ്ട എന്ന് വെച്ചു. എല്ലാം കൂടി നമ്മൾ പ്ലാൻ ചെയ്തത് 2020 നോമ്പുകാലത്തിലായിപ്പോയി. പക്ഷെ ആ നോമ്പുകാലത്തിൽ കൂട്ടായ്മയ്ക്കുള്ള ഒരവസരം ദൈവം തന്നുമില്ല. കൂട്ടായ്മയ്ക്കുള്ളൊരു വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ വർഷം തീർച്ചയായും പീഠാനുഭവ വെള്ളിയിൽ നമ്മൾ കർമ്മങ്ങൾ കാണുമ്പോൾ കൂട്ടായ്മയ്ക്കുള്ളൊരു വല്ലാത്ത വിശപ്പ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടും. ഈ വിശപ്പ് നമ്മൾ കാഴ്ചയായിട്ട് കൊടുക്കണം. ഈ 3 വിശപ്പുകളും കാഴ്ചയായിട്ട് കൊടുക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സഭയിൽ വരും നാളുകളിൽ ഉണ്ടാകും. ഒന്നാമത്തെ മാറ്റം, ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം ദൈവജനം ഒരിക്കൽ കൂടി അറിയാൻ തുടങ്ങും. 2, കുമ്പസാരത്തിൻ്റെ ഔന്നത്യം ഒരിക്കൽ കൂടി ദൈവത്തിലെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ ഉയർത്താനായിട്ട് തുടങ്ങും. മൂന്നാമതായി, കൂട്ടായ്മയുടെ ശക്തി നാം ഒരിക്കൽ കൂടി അനുഭവിച്ചറിയും. നമ്മുടെ 3 വിശപ്പുകളുമാണ് കാഴ്ചയായി ഈ നോമ്പിൽ നമ്മൾ അർപ്പിക്കേണ്ടത്. അത് ദൈവ അനുഗ്രഹമാക്കി മാറ്റും. 2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാം. പലപ്പോഴും ചെറിയ കാര്യങ്ങളെ നമ്മൾ അത്ര കണ്ട് ഗൗരവമായി പരിഗണിക്കാറില്ല. നമ്മൾ പലതിനെയും വളരെ ചെറുതായിട്ടാണ് പരിഗണിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി തകരും. നമുക്കറിയാം, ഈ നാളുകളിൽ തന്നെ ഉണ്ടായ രോഗാതുരമായ പ്രശ്നത്തെ സാധാരണമായ ഫ്ലൂ ആയി കരുതിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായത് എന്ന്. ചെറിയ കാര്യങ്ങളാണ് പലതും എന്ന് നമുക്ക് തോന്നും. ഒരു കുർബാനയ്ക്ക് പോകുന്നത് വലിയ കാര്യമാണോ? അപ്പോൾ നമ്മൾ തോന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അവഗണിക്കാൻ തുടങ്ങും. പക്ഷേ ചെറിയ കാര്യങ്ങളെ ഗൗരവമായി എടുക്കുന്നതിലാണ് നമ്മുടെ മഹത്വം. ചെറിയ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി എടുക്കുക. രണ്ടാമതായി, ഈ നാളുകളിൽ നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ മുൻഗണനകൾ മാറ്റത്തിന് വിധേയമാകും. ഞാൻ ആരംഭത്തിലെ സൂചിപ്പിച്ചു, നമ്മുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ ചരിത്രത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന, ചരിത്രത്തിൻ്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്ന ദൈവം മാറ്റിയിട്ടുണ്ട് എങ്കിൽ ദൈവം മാറ്റിയത് നമ്മുടെ മുൻഗണനകൾ മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചരിത്രത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ മാനുഷികമായ കണക്കുകൂട്ടലുകൾ പലതും പിഴച്ചുപോയി, പലതും തെറ്റിപ്പോയി. അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം ഒരിക്കൽ കൂടി മാനവരാശിയുടെ മേൽ നീട്ടണമേ. ആമേൻ.